ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ദ ജിപ്സി കോഡസ് ബൈ മീന കന്ദസ്വാമി. മീന കന്ദസ്വാമിയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ചെന്നൈയിൽ ജനിച്ച് ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. അവരുടെ പദ്യങ്ങളിലും കഥകളിലും അതുപോലെ തന്നെ നോവലുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ പറ്റിയിട്ട് അവർ വളരെ ഓപ്പണായി വളരെ ബോൾഡായി അവരുടെ ഒപ്പീനിയൻസ് രേഖപ്പെടുത്താൻ അവർ ശ്രമിക്കാറുണ്ട്. സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഫെമിനിസം, ഗാർഹിക പീഡനം, അതുപോലെ മെയിൽ ഡോമിനൻസ്, പേട്രിയാർക്കി, ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ എന്നുള്ള വേർതിരിവ്, കാസ്റ്റ്, ക്ലാസ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് അവർ വളരെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ ഒരു തുറന്നു പറച്ചിലുകളിലൂടെ അവർക്ക് ഒരുപാട് സൈബർ അറ്റാക്സും കാര്യങ്ങളൊക്കെ അവർ നേരിട്ടിട്ടുണ്ടെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അവരുടെ കുറച്ച് പോയട്രി കളക്ഷൻസ് നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. ടച്ച് ആൻഡ് മിസ്സസ് മിലിറ്റൻസി, അതുപോലെ തന്നെ അവരുടെ നോവലാണ് ദ ജിപ്സി ഗോഡസ്, അതുപോലെ തന്നെ വെൻ ഐ ഹിറ്റ് യു ഓർ എ പോർട്രേറ്റ് ഓഫ് ദ റൈറ്റർ ആസ് എ യങ് വൈഫ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ അവർക്ക് ഒരു ഹെർമൻ കെസ്റ്റൺ പ്രൈസ്, ജർമ്മൻ ലിറ്റററി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് മാഗസീൻസിലും ന്യൂസ് പേപ്പറിലെ കോളംസിലൊക്കെ അങ്ങനെ ഡെയിലീസിലൊക്കെ അവർ എഴുതുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ജിപ്സി ഗോഡസ് എന്ന് പറയുന്ന നോവലിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് നോവൽ പൂർണ്ണമായിട്ടുമില്ല. നോവലിലെ 10ാമത്തെ ചാപ്റ്ററായ മിസ്ചീഫ് ബൈ ഫയർ എന്ന് പറയുന്നത് മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ് മിസ്ചീഫ് ബൈ ഫയർ? മിസ്ചീഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ഇഞ്ചുറി, മുറിവ് അല്ലെങ്കിൽ ഹേർട്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീ കൊണ്ട് എന്തോ മുറിവ് പറ്റി, അതെന്തായാലും അപ്പോൾ തീപ്പൊള്ളലായിരിക്കും. അപ്പോൾ എന്താണ് കഥയുടെ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇനി എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് നമുക്ക് 1968 നടന്ന ഒരു ഭയങ്കര വലിയൊരു സംഭവത്തെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു കൂട്ടക്കൊലപാതകത്തിൻ്റെ പേരാണ് കീഴ്വൻമണി മസാക്കർ അല്ലെങ്കിൽ കീഴ്വൻമണി കൂട്ടക്കൊലപാതകം. നമ്മുടെ ടെക്സ്റ്റിൽ കീഴ്വൻമണി എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് കീഴ്വൻമണി എന്നാവും. കീഴ്വൻമണി നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 1968 ഡിസംബർ 25 ഏകദേശം 44 പേരോളം ചുട്ട് ചാമ്പലായത്. ഇതിൻ്റെ പുറകിലുള്ള കഥ നമുക്കാദ്യം പരിചയപ്പെടാം. ഈ ഒരു കൂട്ടക്കൊല നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ കീഴ്വൻമണി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. പണ്ട് കാലം തൊട്ടേ നമ്മുടെ ഇന്ത്യയിൽ നടന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ജന്മി കുടിയാൻ. ജന്മി എന്ന് പറയുന്നത് ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ഫ്യൂഡൽ ലോഡ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഭൂമികളുണ്ടാവും. ആ ഭൂമികളിലെല്ലാം കൃഷി ചെയ്യുവാൻ ഒരുപാട് തൊഴിലാളികളുണ്ടാവും. ഈ തൊഴിലാളികൾ ആരാണ്? വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതരായിരുന്നു. ആ ദളിതരെ വളരെ മോശമായി ട്രീറ്റ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്യാതെ, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ, രാവും പകലും നോക്കാതെ അത്രയും പണിയെടുപ്പിച്ച് അവരെ നശിപ്പിച്ച ഓരോ സമയങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. ആ ഒരു കഥ തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനും ഉള്ളത്. 1947 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ദളിതരെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും അതിനുശേഷമാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് നമുക്ക് ആലോചിക്കണം. ദളിതരും മുന്നോക്ക ജാതിക്കാരെ പോലെ തന്നെ ഒരുമിച്ച് വരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ശ്രീനിവാസ റാവു. പക്ഷെ എന്നിട്ടും 1968 ഇത്തരം ദളിതർ 44 പേരോളം ഒരു കുടിലിനുള്ളിൽ ചുട്ട് ചാമ്പലാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര ദയനീയമാണ് ആ ഒരു അവസ്ഥ. 1950 ശേഷം തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെയധികം ഉയർന്നിരുന്നു. ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് ഈ ദളിതരായിട്ടുള്ള ഒരുപാട് തൊഴിലാളികൾ അതിലെല്ലാം ലെഫ്റ്റ് പൊളിറ്റിക്കൽ യൂണിയനിൽ ചേർന്നു എന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്നപ്പോൾ അവർക്ക് ഒരുപാട് പുതിയ ചിന്തകളും പുതിയ അറിവുകളുമൊക്കെ അവർ നേടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് താനും ഉയർന്ന ജാതിക്കാരെ പോലെ തന്നെയാണ് എന്നും തനിക്ക് ജോലി ചെയ്യുന്നതിന് കറക്റ്റായിട്ടുള്ള ശമ്പളം കിട്ടണമെന്നും എന്നൊക്കെ തോന്നലുകൾ ഈ ദളിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് വന്നു തുടങ്ങി. അതുതന്നെയാണ് വേണ്ടത്. അവരും ഒരിക്കലും സൊസൈറ്റിയിൽ താഴ്ന്നു പോകേണ്ടവരല്ല, അവരും ഉയർന്നു വരേണ്ടവരാണ്. അങ്ങനെ അവർക്കും ആ ഒരു മെൻറ്റാലിറ്റി വരാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ കാലത്തുള്ള ജന്മിമാർക്ക് അതൊരു പ്രശ്നമായി മാറി. അയ്യോ, നമ്മുടെ തൊഴിലാളികളായി ജോലി ചെയ്തിരുന്ന
പണിക്കാർ അവർ നമ്മളെപ്പോലെ ആവുമ്പോൾ അതെങ്ങനെയാണ് സഹിക്കുക എന്ന് പറഞ്ഞ് അവർക്കെതിരെ നടക്കുന്ന ഒരു അടി, അല്ലെങ്കിൽ അവർക്കെതിരെ കൊടുക്കുന്ന ഒരു ഒപ്രഷൻ, അവരെ അങ്ങോട്ട് അടിച്ചമർത്തുന്ന ആ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ലാൻഡ് ലോർഡ് പറയുന്നുണ്ട്, ഗോപാൽ കൃഷ്ണ നായിഡു. അദ്ദേഹമാണ് ഇവിടുത്തെ ആ ഒരു ജന്മി എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കൊടും ക്രൂരതയാണ് ഈ 44 ആളുകളെ ആ ഒരു കുടിനുള്ളിൽ ചുട്ട് ചാമ്പലാക്കിയത്. 1950-70 കാലഘട്ടത്തിലെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ ഒരു സമയമായിരുന്നു, അതായത് ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ അന്നത്തെ കാലത്ത് കൃഷി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഒരുപാട് ഈ തൊഴിലാളികൾ ഒരുപാട് പണിയെടുത്തും ഒരുപാട് കൃഷി ചെയ്തും ഒക്കെ ജീവിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഈ തൊഴിലാളികൾ ജന്മിമാരോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു ശമ്പളം കൂട്ടിത്തരണമെന്നും അതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗം നെല്ല്, അതായത് ഇവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്തിരി ധാന്യവും അതുപോലെ നെല്ലൊക്കെ കൊടുക്കും, അതിലും കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് കിട്ടണം എന്നവർ പറയുകയാണ്. പക്ഷേ ഇത് കേട്ട നമ്മുടെ ഗോപാലകൃഷ്ണ നായിഡു എന്ന് പറയുന്ന ജന്മി അതിനെ എതിർക്കുകയാണ്. അങ്ങനെ അവരെ തല്ലുകയാണ്, അവരെ ഉപദ്രവിക്കുകയാണ്. പക്ഷേ അപ്പോൾ തിരിച്ചും നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും തിരിച്ചും ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാവുകയാണ്. ഗോപാലകൃഷ്ണ നായിഡുവിൻ്റെ വീട്ടിൽ കയറി വാതിൽ ചവിട്ടി പൊളിക്കുന്നതും ഒക്കെ മറ്റും നമുക്ക് ആ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻ്ററീസ് എല്ലാം നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്ലാഷ് വന്നപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ലാൻഡ് ലോർഡ് നായിഡുവിനും എന്ത് തോന്നിയിട്ടുണ്ടാവും, തൻ്റെ ഒപ്പം എത്തിയോ ഈ തൊഴിലാളികൾ, അതെങ്ങനെ സാധിക്കും, അവരെ അങ്ങോട്ട് ഇല്ലാതാക്കാം എന്ന് പറയുകയാണ്. അദ്ദേഹം പറയുന്നൊരു ഡയലോഗ് ഉണ്ടെന്നാണ് പറയുന്നത്, നിന്നെയെല്ലാം ഞാൻ ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞ് പോകുന്നുണ്ടത്രേ. അങ്ങനെ ഒരു രാത്രി ഇദ്ദേഹം ഒരുപാട് ഗുണ്ടകളെയും കൊണ്ട് ഒരു വണ്ടിയിൽ വന്നിട്ട് ആ ഒരു കീഴ്വൻമണി എന്ന് പറയുന്ന ഗ്രാമത്തെ ഫുള്ളും സറൗണ്ട് ചെയ്തിട്ട് ഒരുപാട് ടൂൾസും കത്തിയും കുന്തങ്ങളും അതുപോലെ തന്നെ തീ കൊണ്ടുമൊക്കെ ആ ഒരു നാടിനെ ചാമ്പലാക്കുകയാണ്. അപ്പോൾ ആ നാട്ടുകാർക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു മാർഗം പപ്പ ആൻഡ് രാമയ്യ എന്ന് പറയുന്ന ഒരു വീടായിരുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഏറ്റവും അടച്ചുറപ്പുള്ള സ്ഥലം അവരുടെ വീടായിരുന്നു. അവരുടെ വീട്ടിലെ 4 വശവും നല്ല വലിയ മതിൽ കൊണ്ട് പണിതതായിരുന്നു. അതുപോലെ തന്നെ മേൽക്കൂര മാത്രമേ ഓല കൊണ്ട് മേഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ വാതിലുണ്ടായിരുന്നു. ആ വാതിൽ പുറമേ നിന്ന് ചവിട്ടി പൊളിക്കാൻ പറ്റാത്തതൊന്നായിരുന്നു. അപ്പോൾ ഈ 44 ആളുകളും സ്ത്രീകളും കുട്ടികളും വയസ്സായിട്ടുള്ളവരും ഒക്കെ ഉൾപ്പെടെ വേഗം തന്നെ ആ ഒരു രാമയുടെ പപ്പയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ 10 പേർക്കേ കഷ്ടി നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും ഒരു ഫയറും അതുപോലെ തന്നെ ഈ ഗുണ്ടകളുടെയും ഒക്കെ പെട്ടെന്ന് ആ ഒരു ധൃതിയിൽ 44 പേരോളം ആ റൂമിൻ്റെ ഉള്ളിൽ തങ്ങി വളരെ ബുദ്ധിമുട്ടി കൺജസ്റ്റഡ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവർ വാതിലെല്ലാം കുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ സുരക്ഷ തേടി. പക്ഷേ ഇത് നമ്മുടെ ഗോപാലകൃഷ്ണ നായിഡു മനസ്സിലാക്കി. അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ണെണ്ണ ആ വീടിന് ചുറ്റും ഒഴിച്ചു. അതിനെ തുടർന്ന് ആ ഒരു വീടിൻ്റെ ഒരൊറ്റ വാതിൽ പുറമേ നിന്ന് പൂട്ടിയിട്ടു. അപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ വീട് കത്തിച്ചു. അപ്പം അതിൻ്റെ ഉള്ളിലെ ആളുകൾ അലറാൻ തുടങ്ങി. എങ്ങനെയായിരിക്കും അത്ര ആളുകൾ ആ ഒരു കൺജസ്റ്റഡ് ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, നമുക്കെല്ലാം അറിയാമല്ലോ. ഈ ഒരു ഓല മേഞ്ഞതെല്ലാം അവരെ തലയിലേക്ക് വീഴാൻ തുടങ്ങി. പട്ടികളും കഴുക്കോലും എല്ലാം അവരെ തലയിലേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ അവിടെ പറയുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടി, ഒരാളുടെ കുട്ടി, അതായത് ഒരു തൊഴിലാളിയുടെ ഒരു കുട്ടീനെ എടുത്തിട്ട് ഓടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം ഒരു മരത്തിൻ്റെ മേലെ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. നന്ദൻ എന്ന് പറയുന്നതായിരുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ കണ്ണാലെ, 11 വയസ്സായിരുന്ന കുട്ടിയായിരുന്നു നന്ദൻ. കണ്ണാലെ കണ്ടതാണത്രേ ഒരു അമ്മ, ഈ കുടിലിനുള്ളിൽ പെട്ട ഒരു അമ്മ തൻ്റെ കുഞ്ഞു വാവയെ രക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ ഒരു കുടിലിൻ്റെ മേലെ കൂടെ പുറത്തേക്ക് എറിയുകയാണത്രേ. എറിഞ്ഞപ്പോൾ ആ കുഞ്ഞ് പുറമേ വന്ന് തലയടിച്ച് വീണു. സ്വാഭാവികമായിട്ട് കുഞ്ഞ് കരയുന്നുണ്ടാവും. ഈ കുഞ്ഞിനെ കണ്ടപാടെ ഈ ഗുണ്ടകൾ ഈ കുഞ്ഞിനെ ഒരു കുന്തം കൊണ്ട് കുത്തി ഒരുപാട് വെട്ടി തുണ്ടമാക്കി ഈ കുഞ്ഞിനെ കുന്തം കൊണ്ട് എടുത്ത് തിരിച്ച് ആ ഒരു കത്തുന്ന ഓലപ്പുരയിലേക്ക് തിരിച്ചെറിഞ്ഞു എന്നാണ് ആ നന്ദൻ പറയുന്ന കുട്ടി പറയുന്നത്. ഒരു ദൃക്സാക്ഷിയാണ് ഈ ഒരു സംഭവം നടന്നതിൻ്റെ ദൃക്സാക്ഷിയാണ് നന്ദൻ എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ എത്ര ബ്രൂട്ടലായിട്ടാണ് അവിടെ ആ ഒരു കൊല നടന്നിരിക്കുന്നത്.
തുടർന്ന് ഈ ഗോപാലകൃഷ്ണ നായിഡു പോലീസിൽ പോയിട്ട് പരാതി പറയുന്നു. ദളിതരായ തൊഴിലാളികൾ എന്നെ ഉപദ്രവിക്കുകയാണ്, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും. അദ്ദേഹത്തിന് അങ്ങനെ പ്രൊട്ടക്ഷനും കിട്ടുന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ മരിച്ചിരുന്നു എന്ന് അറിയുന്നത്, പോലീസുകാർ ആ സ്ഥലത്തേക്ക് എത്തുന്നതും. അപ്പോൾ നോക്കൂ, എന്തൊരു അശ്രദ്ധയാണ്. ഈ പാവപ്പെട്ട ആളുകൾക്ക് തിരിഞ്ഞു നോക്കാൻ ആരുമില്ലേ? അങ്ങനെ തുടർന്ന് ഒരുപാട് കോടതിയും കേസും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് കുറച്ചു കാലം 10 വർഷത്തോളം ഒന്നും മറ്റോ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് പിടിപാടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഒരു നല്ല ഹോൾഡുള്ള ഒരാളായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് പൈസയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് അദ്ദേഹം അതിനുശേഷം ജയിൽ മോചിതനായി വന്നു എന്ന് പറയും. നമ്മുടെ ടെക്സ്റ്റിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ കുറച്ച് ലൈനുകളിൽ പറയുന്നത് അവിടെ ഒരുപാട് തീയുടെ സന്ദർഭങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരുപാട് വിസിലിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അവിടെ ആകെ മൊത്തം തോക്കുകളുടെയും ഈ തീ കൊണ്ടുണ്ടാവുന്ന പൊട്ടിച്ചാമ്പലുകളെ പറ്റിയിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സ്ത്രീകൾ അലറി കരയുന്നുണ്ട്. അപ്പോൾ പപ്പയുടെയും രാമയ്യയുടെ വീട്ടിലാണ് ഇവർ അഭയം പ്രാപിച്ചതെന്ന് പറയുന്നു. ഈ പറഞ്ഞതെല്ലാം ആദ്യത്തെ ഭാഗങ്ങളിലെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരമ്മ കുഞ്ഞിനെ ആ ഒരു കുടിലിൽ നിന്ന് പുറത്തേക്ക് എറിയുന്ന കഥയും എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ പെട്ടപ്പോൾ ഈ ആളുകൾക്ക് തോന്നിയത് എന്താണെന്ന് മീന കന്ദസ്വാമിയോടെ വളരെ നന്നായി പറയുന്നു. അതായത് ദേ വുഡ് ഡൈ എനിവേ ബിക്കോസ് ഇറ്റ് വുഡ് നോട്ട് ബി ആസ് ഡിസ്ട്രസ്ട്രസ് ആസ് ലിവിങ് അലോങ് ഇനഫ് ടു ഷെയർ ദിസ് സൈറ്റ് ആൻഡ് സോ അലോൺ ആൻഡ് ടുഗെദർ ദേ പ്രിപ്പയർ ടു റിസൈൻ ദംസെൽസ് ടു ദ ഫാക്ട് ദാറ്റ് ദേ ഹാവ് മൗണ്ടഡ് ദെയർ കളക്റ്റീവ് ഫ്യൂണറൽ പയർ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇനി ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ മരണം കാണുക എന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ നമുക്ക് വേണ്ടി തന്നെയുള്ള ചിത കത്തിച്ച് കഴിഞ്ഞു എന്നാണ് ഇവിടെ മീന കന്ദസ്വാമി പറയുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ ഒരു കുടിലിനുള്ളിൽ കിടന്ന് അത്രയും ബുദ്ധിമുട്ടിയ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആളുകളുടെ പെർസ്പെക്റ്റീവിൽ വെച്ചിട്ടാണ്. അവരെന്താണോ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഈ ഒരു കഥ മീന കന്ദസ്വാമി എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കഥയിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല. അവരെല്ലാവരുടെയും ആൻഡ് എന്ന് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടിന്യൂവിറ്റി, ഒരു തുടർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ആൻഡിൻ്റെ യൂസേജ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ പാരഗ്രാഫ്സിലും ആൻഡ് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഇവിടെയുള്ള ആളുകളുടെ അവസ്ഥ അത്രയും പരിതാപകരമായി. അവർ മരിക്കാൻ തയ്യാറായി. ഇനി അവർക്ക് വേറെ വഴിയില്ല, അവർക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ചിത കത്തിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. തീയിനെ ഒരു മേഴ്സിലെസ് മാൻ ഈറ്റിംഗ് ആംഗ്രി ഗോഡ് എന്ന് പറയുന്നുണ്ട്. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ മനുഷ്യന്മാരെ കൊന്നു തിന്നുന്ന ദൈവമായിട്ടാണ് തീയിനെ ഇവിടെ പറയുന്നത്. ഇവരുടെ കരച്ചിലും മറ്റും 6 വില്ലേജുകൾക്കപ്പുറം കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഒരു ചെറിയൊരു പുക തട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടുന്ന കാലമാണിത്. അപ്പോൾ ഒരു കുടിലിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഈ സംഭവങ്ങളെല്ലാം കത്തി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുമാത്രം പുക എന്ന് വരും. ഈ പുക ശ്വസിച്ച് അവർക്ക് ശബ്ദിക്കാൻ കഴിയാണ്ടേ ആയി എന്ന് പറയുന്നു. അവരുടെ വോക്കൽ കോഡ് അത് അങ്ങനെ ബേൺഡായി പോയി. അവർക്ക് അതിന് പിന്നീട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ ദേഹമാസകലം പൊള്ളി. അതുപോലെ തന്നെ ഭയങ്കര ഒരു പോർട്രേയിൽ അവരിവിടെ പറയുന്നുണ്ട്. സൂൺ ദെയർ ബ്ലഡ് ബിഗിൻസ് ടു ബോയിൽ ആൻഡ് ഊസ് ഔട്ട് ഓഫ് എവറി പോർ, സംടൈംസ് ടീറിങ് സ്കിൻ ടു ഫോഴ്സ് ഇറ്റ് എവേ ഔട്ട് ഇൻ എ ഹറി ടു ഫീൽ ദ ഫ്രഷ് എയർ. അതായത് ബ്ലഡെല്ലാം ഇങ്ങനെ ഉള്ളിൽ തിളച്ച് നമ്മുടെ തൊലിയിൽ നിന്നും പുറത്തോട്ട് പൊട്ടിത്തെറിക്കാൻ റെഡിയായി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. മസിൽസിലെല്ലാം അതിൻ്റെ ആ ഒരു വെയിറ്റ് നഷ്ടപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് നടക്കുന്നു. അതുപോലെ ജോയിൻസ് എല്ലാം അതിൻ്റെ സ്ഥലത്തുനിന്ന് പൊട്ടി അടർന്ന് കൈകാലുകൾക്കൊന്നും യാതൊരു ശേഷിയുമില്ലാതെ പാരലൈസായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതെല്ലാം അതിനുള്ളിലുള്ള ആളുകളുടെ അവസ്ഥയാണ്. അവരുടെ നാക്ക് ടങ്ക് പുറത്തോട്ട് ചാടി അവരുടെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, നമുക്കിപ്പോൾ താടിയുണ്ട്, അതുപോലെ തന്നെ കവിളുണ്ട്, ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവരുടെ ബോൺസ് എല്ലാം പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. മുടി കത്തി എരിയുമ്പോൾ നമുക്ക് ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഹെയർ സിഞ്ചസ് വിത്ത് എ സ്ട്രെയിൻ സ്മെൽ. അതുപോലെ തന്നെ ഈ എല്ലുകൾ പൊട്ടുമ്പോൾ ഒരു ഡെഡ് വുഡ് അല്ലെങ്കിൽ ഒരു മരം പൊട്ടുന്നൊരു സൗണ്ട് നമുക്കവിടെ പറയുന്നുണ്ട്.
The fire quickly consumes their body, burning all the flesh until the bones become remain, which crack like a dry wood. Cracking of the bones is like the rhythm of a somber funeral song dirge. അതായത് ഇവിടെ ബോൺസ് ഒക്കെ ഇങ്ങനെ കത്തിച്ചാമ്പലാവുക, പൊട്ടിത്തെറിക്കുകയാണ്, ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ സൗണ്ട് ഉണ്ടാവുകയാണ്. ആ സൗണ്ടുകൾ ഓരോ ഒരു റിതം പോലെയാണ്, ഒരു പാട്ടിൻ്റെ ഓരോ ബീറ്റ് പോലെയാണ്. അതായത് ഒരു ഫ്യൂണറൽ സോങ്, ഒരു മരിച്ചു കഴിയുമ്പോഴൊക്കെ വെക്കുന്ന പാട്ടിൻ്റെ റിതം പോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു രാത്രിയോളം ആ ബോഡീസ് എല്ലാം കത്തി ചാമ്പലായി കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നിട്ട് അവിടെയെല്ലാം തണുത്ത വെള്ളം കൊണ്ട് തെളിച്ച് എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരുപാട് ആളുകൾ വളരെ ചുങ്ങിപ്പോയിരിക്കുന്നു. കാരണം ഈ തീ കത്തി നല്ല ഹൈറ്റുള്ള ആളുകളെല്ലാം വളരെ ചുങ്ങിപ്പോയി. ഹൈറ്റിൽ ബോഡീസ് ഹാവ് ഷ്രങ്കൻ. അങ്ങനെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലായി. റോസ്റ്റഡ് റാറ്റ്സ് പോലെ, അതായത് ചുട്ടരിഞ്ഞ എലികളെ പോലെയായി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് നമ്മളിപ്പോൾ ഒരു ക്രൈം സീനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കും അല്ലേ, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം. അവർക്ക് ഓരോ ആംഗിളിൽ നിന്നും ഫോട്ടോസൊക്കെ എടുക്കും. അതുപോലെ ഇവിടെയും ഈ കരി പുരണ്ട മൃതദേഹങ്ങളുടെയൊക്കെ അവിടുന്നും ഇവിടുന്നുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ വീണ്ടും ക്രിമേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഈ ഒരു സ്ഥലത്തുനിന്ന്. അപ്പോൾ ഈ ക്രിമേഷന് വേണ്ടി കൊണ്ടുപോകുന്ന ബോഡീസിൽ അവരുടെ കൈകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വിരലുകളെല്ലാം മടങ്ങി ഉള്ളിലോട്ട് കേൾ ചെയ്തിട്ടിരിക്കുന്നതായി കാണാം. നമ്മളിപ്പോൾ ഇടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ മുഷ്ടി ചുരുക്കും എന്ന് പറയില്ലേ, നമ്മൾ കൈ ഇങ്ങനെ മടക്കിയിട്ടല്ലേ നമ്മൾ ഇടിക്കുക. അതുപോലെ ഈ ഡെഡ് ബോഡീസിൻ്റെ വിരലുകളെല്ലാം മടങ്ങി ഇടിക്കാൻ പോകുന്ന പരുവത്തിലായിരുന്നു അവരുടെ കൈ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഫിംഗേഴ്സ് ഹൂക്ക്ഡ് ഇൻ ടു ആംഗ്രി ക്ലോസ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് ആങ്കർ ആൻഡ് സ്ട്രഗിൾ എന്ന് കാണാം. അതായത് ഈ ഒരു ജന്മിമാരോട് അവസാനമായൊരു പൊരുതി എന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം. അത്രയും ദേഷ്യം, അവരുടെ ഈ ജന്മിമാരോടുള്ളൊരു ദേഷ്യത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം എഴുതിക്കൊണ്ടാണ്. അവിടെ കണ്ടത് ഒരു ഫാമിലി മരിച്ചു കിടക്കുന്നതാണ് അവിടെ കാണുന്നത് എന്നാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ തലയോട്ടി പൊട്ടിയിട്ട്, ചൂടുകൊണ്ട് പൊട്ടിയിട്ട്, ഇങ്ങനെ സ്പൈഡർ വെബിൻ്റെ ഡിസൈൻസിൽ ഒരു ചിലന്തി വല എങ്ങനെയാണോ പൊട്ടിയിട്ടുണ്ടാവുക അതുപോലെ ആ കുട്ടിയുടെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. ആ തലയോട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന തലച്ചോറ്, ബ്രെയിന്, അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വളരെ പിങ്ക് ആൻഡ് സോഫ്റ്റ് ആൻഡ് സ്ക്വിഷി അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയുടെ ആ അമ്മയുടെ മറ്റൊരു കുട്ടിയായ ഒരു കുഞ്ഞുവാവയെ നെഞ്ചത്ത് വളരെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കത്തിച്ചാമ്പലായതും നമുക്ക് ഇവിടെ അവസാനം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. എത്ര ഭയങ്കര ദയനീയമായൊരു അവസ്ഥയാണല്ലേ. വായിച്ചു കഴിയുമ്പോൾ ഉള്ളിൽ ഒരു വിഷമം തോന്നുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു പത്തറ്റിക് പിക്ചർ ഓഫ് hapless hamlet being annihilated and the suffering of the poor inhabitants. ഈ ഒരു ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. നമുക്കിതിലെ തീംസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്രഷൻ ആൻഡ് വയലൻസ്, ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമൻ സഫറിങ് ആൻഡ് ഡെത്ത്, സോഷ്യൽ ഹൈറാർക്കി, കാസ്റ്റ്, ഇതെല്ലാം നമുക്ക് തീംസായിട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ ദ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ ദ ജിപ്സി ഗോഡസ്. ജിപ്സി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ജിപ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്നാണ്. പിന്നെ ഗോഡസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ദുരാനുഭവം സംഭവിച്ച ആളുകൾ ഒരുപാട് പ്രതികരിച്ചും അല്ലെങ്കിൽ ഒരുപാട് സഹിച്ചും ഒക്കെയാണ് ആ ഒരു കുടിലിനുള്ളിൽ കഴിഞ്ഞത്. സോ അവരുടെ ആ ഒരു സ്ട്രെങ്ത് ആൻഡ് റെസീലിയൻസ്, അതാണ് നമുക്കിവിടെ ഗോഡസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിവൈൻ സ്ട്രെങ്ത് ആണ് ആളുകൾക്ക്. അത്രയും ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് അവിടെ നിന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കൂ. ഹിസ്റ്ററീസ് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. താങ്ക് യു.